നവോത്ഥാന മൂല്യങ്ങളെ കെട്ടിപ്പൊക്കാനായി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിൽ നിന്ന് നടി മഞ്ജു വാര്യർ പിന്മാറിയതിനെ പരിഹസിച്ച് അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ ജയശങ്കർ രംഗത്ത്. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പോലെ എന്തോ സർക്കാർ പരിപാടിയാണ് വനിതാ മതിലെന്ന് മഞ്ജു കരുതിയതെന്നും മതിലിന് രാഷ്ട്രീയവും മതവും ജാതിയും ഉണ്ടെന്ന് താരം കരുതിയിരുന്നില്ലെന്നും ജയശങ്കർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മഞ്ജു വാര്യർ വനിതാ മതിലിനുള്ള പിന്തുണ പിൻവലിച്ചു. സമസ്ത കേരള വാര്യർ സമാജം നവോത്ഥാന മൂല്യങ്ങളെയും വനിതാ മതിലിനെയും എതിർക്കുന്നത് കൊണ്ടല്ല, ഒടിയൻ സിനിമയ്ക്കെതിരെ നടന്ന ഒടിവിദ്യയിൽ മനംനൊന്നിട്ടുമല്ല മഹാനടി മനസ്സ് മാറ്റിയത്. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പോലെ എന്തോ സർക്കാർ പരിപാടിയാണ് വനിതാ മതിൽ എന്നാണ് മഞ്ജു കരുതിയതത്രേ. മതിലിന് രാഷ്ട്രീയവും മതവും ജാതിയും ഉപജാതിയും നവോത്ഥാന പാരമ്പര്യവും ഉണ്ടെന്ന് സ്വപ്നേബി അറിഞ്ഞില്ല. കലയാണ് മഞ്ജു വാര്യരുടെ രാഷ്ട്രീയം. സിനിമ, നൃത്തം, പരസ്യം, അതിനപ്പുറം ഒരു രാഷ്ട്രീയവും അറിയില്ല, പറയില്ല, താല്പര്യമില്ല. അതുകൊണ്ട് മതില് പണിയിൽ നിന്ന് സവിനയം പിന്മാറുന്നു. സോറി. മഞ്ജു വാര്യർ പിന്മാറിയതോടെ വനിതാ മതിൽ വിജയിപ്പിക്കേണ്ടത് അമ്മ സംഘടനയുടെയും ദിലീപ് ഫാൻസ് അസോസിയേഷന്റെയും അഭിമാന പ്രശ്നമായി മാറി. കാവ്യമാധവൻ കൈക്കുഞ്ഞുമായി വനിതാ മതിൽ അണിചേരാനും സാധ്യത. ജനപ്രിയ നായകനൊപ്പം നവോത്ഥാന മൂല്യങ്ങൾക്കൊപ്പം. നേരത്തെ വനിതാ മതിലിന് രാഷ്ട്രീയമാണുള്ളതെന്ന് പറഞ്ഞ മഞ്ജു വാര്യർക്കെതിരെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ രംഗത്തെത്തിയിരുന്നു. വനിതാ മതിലിൽ എന്ത് രാഷ്ട്രീയമാണുള്ളതെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞിരുന്നു. മഞ്ജു വാര്യരെ കണ്ടുകൊണ്ടല്ല വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. വനിതാ മതിലിനെ ആദ്യം പിന്തുണച്ച ശേഷം അവസാന നിമിഷം പിന്മാറിയതിന് നടി മഞ്ജു വാര്യറിനെതിരെ വൈദ്യുതി മന്ത്രി എം മണി രംഗത്ത് വന്നു. മഞ്ജു വാര്യറുടെ പിന്മാറ്റം വനിതാ മതിലിനെ ബാധിക്കില്ലെന്ന് മന്ത്രി എം മണി പറഞ്ഞിരുന്നു. മതിൽ പൊളിയുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ജനുവരി 1-നെത്തിയാൽ മതിൽ എങ്ങനെ നിർമ്മിക്കണമെന്ന് കാണിച്ചു തരാം, വനിതാ മതിലിലൂടെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിടുന്നതായും എം മണി പ്രതികരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ ദൗത്യം എന്ന ധാരണയിലാണ് വനിതാ മതിൽ എന്ന പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും പക്ഷേ അതിന് ഇതിനകം ഒരു രാഷ്ട്രീയ നിറം വന്നു ചേർന്നത് അറിഞ്ഞിരുന്നില്ലെന്നുമായിരുന്നു പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമെന്നായിരുന്നു മഞ്ജു വാര്യരുടെ വിശദീകരണം. രാഷ്ട്രീയ നിറമുള്ള പരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ പ്രതികരണത്തിനാണ് വനിതാ മതിലിന് എന്ത് രാഷ്ട്രീയമെന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരുകളുടെ ഒട്ടേറെ പരിപാടികളോട് എല്ലാ കാലവും സഹകരിച്ചിട്ടുണ്ടെന്നും ഭാവിയിലും സഹകരിക്കുമെന്നും പിന്മാറ്റമറിയിച്ച് മഞ്ജു വ്യക്തമാക്കിയിരുന്നു. ഒന്നിന്റെ പേരിലും ആരും വിഘടിച്ചു നിൽക്കരുതെന്ന് കരുതുന്നയാളാണ് താനെന്നും പ്രളയകാലത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് നമുക്കിടയിലുണ്ടായ കൂട്ടായ്മ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും മഞ്ജു അറിയിക്കുകയായിരുന്നു. വനിതാ മതിലിന്റെ ഫേസ്ബുക്ക് പേജിൽ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു നടിയുടെ പിന്മാറ്റം. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണം, സ്ത്രീ പുരുഷ സമത്വം അനിവാര്യം, മുന്നോട്ട് പോകട്ടെ കേരളം, ഞാൻ വനിതാ മതിലിനൊപ്പം എന്നായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. നടി പിന്തുണ പിൻവലിച്ചതിനെതിരെ സിന്ധു ജോയിയും വിമർശനം ഉന്നയിച്ചിരുന്നു. വനിതാ മതിലിന് മഞ്ജു വാര്യർ ഒടിവെച്ചതാണെന്നായിരുന്നു സിന്ധു ജോയിയുടെ പരിഹാസം. ദേശീയ തലത്തിൽ ലഭിക്കുന്ന അംഗീകാരങ്ങളുടെ ആരവം കണ്ടാണ് പിന്മാറ്റം. ആദ്യം വാരിപ്പുണരുക, പിന്നെ തള്ളിപ്പറയുക, അതാണ് മഞ്ജുവിന്റെ സ്വഭാവമെന്നും സിന്ധു ജോയി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.